1 കിലോ അരി ഉണ്ടാക്കാൻ എത്ര വെള്ളം വേണം? 5000 ലിറ്റർ. അതേസമയം നമ്മുടെ ഫോണിലും കാറിലുമുള്ള ഒരു സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിക്കാൻ വേണ്ടത് വെറും 38 ലിറ്റർ വെള്ളം മാത്രമാണ്. ഇന്ത്യയും ചൈനയും ഇപ്പോൾ ഒരേ പ്രശ്നം നേരിടുന്നു: രൂക്ഷമായ ജലക്ഷാമം. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളും ആ വെള്ളം ഉപയോഗിക്കുന്ന രീതി കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇന്ത്യ വെള്ളം ഉപയോഗിച്ച് അരിയുണ്ടാക്കുമ്പോൾ ചൈന വെള്ളം ഉപയോഗിച്ച് മൈക്രോ ചിപ്പുകളും ബാറ്ററികളും ഉണ്ടാക്കുന്നു. ഇതിൽ ആരുടെ തന്ത്രമാണ് ശരി? നോക്കാം. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അരി കയറ്റുമതിക്കാരാണ് ഇന്ത്യ. നമ്മുടെ പക്കൽ ആവശ്യത്തിലധികം അരിയുണ്ട്. ഈ അധികമുള്ള അരി ഉപയോഗിച്ച് പെട്രോളിൽ ചേർക്കാനുള്ള എഥനോൾ നിർമ്മിക്കാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതി കുറയ്ക്കാനും ഇതിലൂടെ 1.73 ലക്ഷം കോടി രൂപ ലാഭിക്കാനും ഇന്ത്യക്ക് കഴിയും. കേൾക്കുമ്പോൾ ഇത് വലിയൊരു നേട്ടമായി തോന്നും, പക്ഷേ ഇതിന് വലിയ വില നമ്മൾ നൽകുന്നുണ്ട്. ഇന്ത്യയിലെ 90% ശുദ്ധജലവും ഉപയോഗിക്കുന്നത് കൃഷിക്കാണ്. ഇതിൽ പകുതിയിലധികവും നെല്ല്, ഗോതമ്പ്, കരിമ്പ് എന്നിവയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പഞ്ചാബിലും ഹരിയാനയിലും പണ്ട് 30 അടി താഴ്ചയിൽ കിട്ടിയിരുന്ന വെള്ളം ഇന്ന് 200 അടി താഴേക്ക് പോയിരിക്കുന്നു. ഓരോ വർഷവും ജലനിരപ്പ് താഴുകയാണ്. വെള്ളം ലാഭിക്കാൻ നെല്ലിനു പകരം മറ്റു വിളകൾ കൃഷി ചെയ്യാൻ കർഷകർ തയ്യാറാകാത്തതാണ് ഇതിന് പ്രധാന കാരണം. ഇതേസമയം ചൈന ചെയ്തതെന്താണെന്നറിയാമോ? കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ചൈന ലക്ഷക്കണക്കിന് ഹെക്ടർ നെൽപ്പാടങ്ങൾ ഒഴിവാക്കി. ആ വെള്ളം അവർ തിരിച്ചുവിട്ടത് എങ്ങോട്ടാണെന്നോ? സെമി കണ്ടക്ടർ ഫാക്ടറികളിലേക്കും ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണ യൂണിറ്റുകളിലേക്കുമാണ്. ഇതിന്റെ കണക്ക് സിമ്പിളാണ്. ഒരു തുള്ളി വെള്ളത്തിൽ നിന്ന് എത്ര രൂപ ലാഭമുണ്ടാക്കാം? നെല്ല് കൃഷി ചെയ്യുന്നതിനേക്കാൾ 1000 ഇരട്ടി ലാഭമാണ് ചിപ്പുകൾ നിർമ്മിക്കുന്നതിലൂടെ ചൈനയ്ക്ക് ലഭിക്കുന്നത്. തായ്വാൻ ഇതിനൊരു വലിയ ഉദാഹരണമാണ്. 2021 അവിടെ വലിയ വരൾച്ചയുണ്ടായപ്പോൾ സർക്കാർ കർഷകർക്ക് നൽകിയിരുന്ന വെള്ളം പൂർണ്ണമായും നിർത്തിവെച്ചു. ആ വെള്ളം അവർ ലോകത്തെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാതാക്കളായ TSMCക്ക് നൽകി. കൃഷി നിർത്തിയാലും ഫാക്ടറികൾ പ്രവർത്തിക്കണമെന്ന നിലപാടാണ് ചൈനയും ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതായത് വെള്ളത്തെ അവർ ഒരു ഹൈടെക് വിഭവമായി മാറ്റുകയാണ്. അപ്പോൾ ഇന്ത്യക്കും ഇത് ചെയ്തൂടെ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. പക്ഷേ ഇന്ത്യയിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. നമ്മുടെ ജനസംഖ്യയുടെ 45% പേരും ഉപജീവനത്തിനായി കൃഷിയെയാണ് ആശ്രയിക്കുന്നത്. പെട്ടെന്നൊരു മാറ്റം ഇവിടെ അസാധ്യമാണ്. കൂടാതെ ഭാരതീയരുടെ പ്രധാന ഭക്ഷണം കൂടിയാണ് അരി. അതുകൊണ്ട് തന്നെ കർഷകരെയും സാധാരണക്കാരെയും പിണക്കിക്കൊണ്ടുള്ളൊരു നീക്കം ഇന്ത്യയിൽ പ്രായോഗികമല്ല. ചുരുക്കത്തിൽ ചൈന വെള്ളത്തെ ചിപ്പുകളാക്കി മാറ്റുന്നു, ഇന്ത്യ വെള്ളത്തെ അരിയും പിന്നീട് ഇന്ധനവുമാക്കി മാറ്റുന്നു. ഭാവിയിൽ ജലക്ഷാമം കൂടുമ്പോൾ ഏത് രാജ്യമാകും കൂടുതൽ പ്രതിസന്ധിയിലാവുക? ഇന്ത്യ കർഷകർക്ക് മറ്റു വിളകൾ കൃഷി ചെയ്യാൻ കൂടുതൽ പ്രോത്സാഹനം നൽകേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കൂ. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.